ആധുനിക യുദ്ധരംഗങ്ങളിലെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത റഡാർ വികസനത്തിൽ വെന്നിക്കൊടി പാറിച്ച് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയെ ഇനി ഒരു രാജ്യത്തിന്റെയും സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ഭയപ്പെടുത്താനാവില്ല. സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തി കടന്നാൽ അത് തത്സമയം തിരിച്ചറിയാനുള്ള സൂപ്പർ റഡാർ വികസിപ്പിച്ചു വരികയാണ് ഇന്ത്യ. അതിലൂടെ പുതുതലമുറ റഡാർ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ സാധ്യമാക്കി വരുന്നത്. ആധുനിക യുദ്ധരംഗത്ത് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ വെല്ലുവിളികളെ മറികടക്കാനുള്ള പരിഹാരം എന്നോണമാണ് ഇന്ത്യ പുതുതലമുറ റഡാർ വികസനത്തിലേക്ക് കടന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഗാലിയം ഓക്സൈഡ് അടിസ്ഥാനമാക്കിയ റഡാർ മൊഡ്യൂളുകൾ വികസിപ്പിക്കുന്ന ശ്രമങ്ങളാണ് ഫലമണിഞ്ഞു വരുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ രംഗം ലക്ഷ്യമിട്ടിരിക്കുന്ന വരും തലമുറ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കായി ഗാലിയം ഓക്സൈഡ് സെമി കണ്ടക്ടർ വികസിപ്പിക്കാനുള്ള നടപടികളുമായാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന മുന്നോട്ടു പോകുന്നത്. അത്യാധുനിക റഡാറുകളിലും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ പദ്ധതി വഴിയൊരുക്കും. നിലവിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള മിക്ക റഡാറുകളിലും ഗാലിയം നൈട്രൈഡ് സെമി കണ്ടക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഗാലിയം ഓക്സൈഡ് അതിനേക്കാൾ മുന്നിലുള്ളതാണ്. കൂടുതൽ ഉയർന്ന ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നതും ഉയർന്ന താപനിലയും വൈദ്യുത ശേഷിയും കൈകാര്യം ചെയ്യുമെന്നതും കൂടുതൽ കൃത്യതയോടെ ചെറു ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നതും ഗാലിയം ഓക്സൈഡ് റഡാറുകളുടെ പ്രത്യേകതകളാണ്. സാധാരണ റഡാറുകളെ അപേക്ഷിച്ച് ഗാലിയം ഓക്സൈഡ് റഡാറുകളുടെ പ്രവർത്തന പരിധിയും കൃത്യതയും വളരെ ഉയർന്നതാണ്. സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് അവയുടെ സാന്നിധ്യം അത്ര പെട്ടെന്നൊന്നും റഡാറുകൾക്ക് തിരിച്ചറിയാനാവില്ല എന്നതാണ്. എന്നാൽ ഗാലിയം ഓക്സൈഡ് റഡാറുകൾക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാനാകും. ഏകദേശം 360 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ദൂരത്തെത്തുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഡ്രോണുകളെയും ഇന്ത്യ സാധ്യമാക്കുന്ന ഗാലിയം ഓക്സൈഡ് അധിഷ്ഠിത റഡാറിന് ശേഷിയുണ്ടാകും. ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുവിന്റെ ആക്രമണം അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയുന്നതിന് വഴിയൊരുക്കുന്നു. DRDOയ്ക്കൊപ്പം ഡൽഹിയിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ലാബ് ഉൾപ്പെടെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ IIT-കളുമായി ചേർന്നുള്ള സംയുക്ത ഗവേഷണങ്ങളും ഈ പദ്ധതിക്ക് പുരോഗതിയേകുന്നു. ചൈന ഇതിനകം തന്നെ ഗാലിയം ഓക്സൈഡ് റഡാറുകൾ പരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയിലെ മുന്നേറ്റം ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.